അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് എന്നുള്ളത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചും അവിടുത്തെ പ്രദേശങ്ങളിലുള്ളവർക്ക് ഇന്ന് വളരെയധികം ആശങ്കയും പേടിയുമുണ്ടായ ദിവസമാണ്. തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആശങ്കപ്പെടാനില്ല എന്നാണ് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചിട്ടുള്ളതെങ്കിലും ഇവിടുത്തെ പ്രദേശവാസികൾ ഇനിയും ഇത് ആവർത്തിക്കുമോ, ഇന്ന് വൈകിട്ട് അത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. വീടുകൾക്ക് പലതിനും കേടുപാടുകൾ സംഭവിച്ചു. ഈ സമയത്ത് ഇത്തരം കേടുപാടുകൾ സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങൾക്ക് സാക്ഷിയായ 2 പേർ നമ്മോട് സംസാരിക്കുന്നുണ്ട്. കേൾക്കാം. രാവിലെ ഉണ്ടായ ഭൂമികുലുക്കത്തിന്റെ ഭാഗമായിട്ടാണ്. ചെറിയൊരു വിള്ളല് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിൽ കൂടെ അപ്പോൾ വലിയൊരു വിള്ളലും കുറച്ച് ഭാഗം അങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ അടർന്നു വീണ് താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനെ തഹസിൽദാരെ രാവിലെ ഇത് അറിഞ്ഞുടനെ തന്നെ ഞാൻ വിളിച്ചറിയിച്ചിട്ടുണ്ട്. എന്തായാലും നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ളതും മറ്റ് ദുരന്ത നിവാരണത്തിന്റെ ഭാഗത്തു നിന്നുള്ളതും ഇവർക്ക് അനുവദിക്കേണ്ടതാണ്. അത് നഗരസഭ അനുവദിച്ചു. പക്ഷേ ഈ വീട് താമസിക്കാൻ അവർക്ക് സുരക്ഷിതമില്ലാത്തൊരവസ്ഥയിലാണ് കാണുന്നത്. കാരണം 2 റൂമുകൾക്കും ഇതിന്റെ ഒരു വിള്ളല് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വിള്ളൽ അതിലുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കാലത്തെ ഈ ഒരു ഭൂമി കുലുക്കാന്നുള്ളത് അറിഞ്ഞപ്പോഴും ചെമരിൻ്റെ മുകളിൽ കാട്ടുവന്ന് വീണു. പിന്നെ ജനലിൻ്റെ അവിടെ ഇപ്പോൾ ഹോളായി. കഴുങ്ങ് കൊടുത്തിട്ട് മുട്ട് കൊടുത്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ നിർത്തിയിരുന്നത്. ഞാനും ഭർത്താവ് 2 പെൺകുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. കാളിദാസൻ വിവരങ്ങളുമായി ചേരുന്നു. ഇപ്പോൾ 2 പേർ സംസാരിക്കുകയുണ്ടായി. അതിലാദ്യം മനസ്സിലാക്കുന്നത് രണ്ടാമത് സംസാരിച്ചത് ഒരു വീട്ടിലെ ഒരു ഭാര്യയാണ്, അല്ലെങ്കിൽ ഗൃഹനാഥയാണ്. ആദ്യം സംസാരിച്ചത് ഒരു ഔദ്യോഗികമായ ഏതോ പദവി വഹിക്കുന്ന വ്യക്തിയാണ്. അവരാരാണ് കാളിദാസ്? MS രാവിലെ 8:15 ഉണ്ടായ തൃശ്ശൂർ പാലക്കാട് ഭൂമികുലുക്കത്തിൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നായിരുന്നു നമുക്ക് ആദ്യം അറിയാൻ സാധിച്ചത്. എന്നാൽ ഏറ്റവും ഒടുവിലെ വിവരമനുസരിച്ച് കുന്നംകുളത്തൊരു വീടിന് കേടുപാടുകൾ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം സംസാരിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനായിരുന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറഞ്ഞത്. ഈ ഒരു കേടുപാടുകളെക്കുറിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയെയും അതേപോലെ തന്നെ തഹസിൽദാരെയും കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് വീട്ടുടമസ്ഥൻ പ്രകാശൻ്റെ ഭാര്യയായ സുമയുടെ വാക്കുകളാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ ശ്രദ്ധിച്ചത്. തീർത്തും കഷ്ടമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു കുടുംബം എന്ന് പറയുന്നത്. കാരണം മുൻപേ ഉണ്ടായിരുന്ന ഒരു വിള്ളൽ ഈ ഒരു ഭൂചലനത്തിന് ശേഷം വിള്ളൽ വലുതാവുകയും അതോടുകൂടി ജനൽ വശത്ത് ഒരു ദ്വാരം രൂപപ്പെടുകയും ചെയ്തു. ഇപ്പോൾ വാസയോഗ്യമല്ലാതായിരിക്കുകയാണ് ആ ഒരു വീട്. തീർച്ചയായും അതിന് വേണ്ട നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ 3 ഇടങ്ങളിലാണ് ഈ ഒരു ഭൂചലനം അനുഭവപ്പെട്ടത്. പാലക്കാട് 10 ഇടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. പ്രദേശങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ കുന്നംകുളം, ഗുരുവായൂർ, ചൊവ്വന്നൂർ മേഖലകളിലാണ് തൃശ്ശൂരിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. അതേപോലെ തന്നെ പാലക്കാട് നാഗലശ്ശേരി, തിരുമിറ്റക്കോട്, ചാലിശ്ശേരി, കക്കാട്ടിരി, കോട്ടപ്പാടം, മതുപ്പള്ളി, കോതച്ചിറ, എഴുമങ്ങാട്, കപ്പൂർ, കുമാരനെല്ലൂർ പ്രദേശങ്ങളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. രാവിലെ ഒരു മുഴക്കം, ഭൂമിയിൽ നിന്നൊരു മുഴക്കം കേട്ടതായാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ഒപ്പം ജനൽപ്പാളികൾ വല്ലാതെ ഇളകിയതായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാര്യമായ നാശനഷ്ടങ്ങളോ മറ്റാളപായങ്ങളോ ഇല്ല. ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിഞ്ഞ വിവരം ഈ ഒരു കുന്നംകുളത്തെ ഈ ഒരു വീടിൻ്റെ കേടുപാടുകളാണ്. ഉടൻ തന്നെ അതിന് കാര്യമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. MS, ഈ ദൃശ്യങ്ങൾ കാണുന്നവരെ സംബന്ധിച്ച്, സാധാരണക്കാരായ പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ ഭൂചലനം ഉണ്ടായി എന്നും ഈ വീടുകൾ വിണ്ടു എന്നുമുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇതൊരു വലിയ ഭൂചലനത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും പേടിക്കാനില്ല. 3 ആണ് റിക്ടർ സ്കെയിലിൽ അതിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ ആശങ്കപ്പെടാനില്ല എന്നറിയിച്ച കാര്യം പ്രേക്ഷകർ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. ആശങ്ക വേണ്ട എന്ന് തീരുമാനിക്കാം. മറ്റു വാർത്തകളിലേക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ.